ഒമ്പോ ആന 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 കാട്ടുപോത്ത്, 2 കാട്ടുപോത്ത് നിൽക്കാനേട്ടാ. ഓ അടിപൊളി സൈസ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാമ്പഴത്തറയിലോട്ടൊരു യാത്ര പോവുകയാണ്. മാമ്പഴത്തറ 8 കിലോമീറ്ററാണ് ഇവിടെ നിന്ന്. ഇനി പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകൾ, അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെന്മല ആര്യങ്കാവ് തെങ്കാശി റൂട്ടിൽ നിന്ന് കടുത്തുരുത്തി എന്ന് പറയുന്നൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്ത് നമ്മളൊരു ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് വഴി, ഇതും ആ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കുക. റൈറ്റിലോട്ട് പോയാൽ അമ്പനാട് ഹിൽസ്, ലെഫ്റ്റിലോട്ട് പോയാൽ മാമ്പഴത്തറ. അവിടെ നിന്നും ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ വരുമ്പം ഇതുപോലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തും. ലൈവായിട്ട് മയിൽ അവിടെ നിൽപ്പുണ്ട്, പക്ഷെ അത് ക്യാമറയിൽ കിട്ടുന്നില്ല. നിൽപ്പുണ്ട് മയിൽ. നല്ല നല്ല രസമുണ്ടല്ലേ ആംബിയൻസ്. നമ്മൾ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ആംബിയൻസ് കംപ്ലീറ്റഡ് മാറി. മാമ്പഴത്തറ വന്നു കഴിഞ്ഞാൽ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഓക്കെ, നോക്കാം. നല്ല എസ്റ്റേറ്റും കാടും നിറഞ്ഞ ഒരു പാതയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാമ്പഴത്തറയിൽ നമുക്ക് ആനയുണ്ട് കേട്ടോ. ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും, ഇത് പണ്ട് ട്രാങ്കൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊരു ട്രേഡ് റൂട്ടായിരുന്നു. കൊല്ലം തെങ്കാശി റോഡ് വരുന്നതിന് മുന്നേ തമിഴ്നാട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ആ വഴിയാണ്. അപ്പം ഇതൊരു ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൂട്ടമായി സഞ്ചരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് പല സ്ഥലങ്ങളിൽ റെസ്റ്റിംഗ് പ്ലേസസ് കാണും. അപ്പോൾ അങ്ങനെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് നമ്മുടെ മാമ്പഴത്തറ. ഓക്കെ, അപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നോക്ക്. അപ്പോൾ ഇത് ഹാരിസൺ മലയാളം നാഗമല എസ്റ്റേറ്റ്. ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് കേട്ടോ. ആനച്ചൂരടിക്കണല്ലേ? ആനച്ചൂരടിക്കുന്നത് എല്ലാ ആനച്ചൂരും അടിക്കണമുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസസ് ഉണ്ടോ? ഈ ഇലക്ട്രിക് ഫെൻസിലെല്ലാം എന്തോ ജീവി എന്തോ വന്ന് ഇങ്ങനെ തട്ടണുണ്ട്. നമ്മളെ ഈ പ്രാണികളൊക്കെ വന്ന് പറന്ന് കൊത്തത്തില്ലേ, അതുപോലെ തട്ടിതായി ടിക് 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 എന്ന് ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വിഷയം വ്യൂ മാത്രമല്ല, നല്ല അടിപൊളി ആനച്ചൂരടിക്കണുണ്ട്. അപ്പം ആനച്ചൂരെന്ന് പറയുന്നത് നമ്മുടെ ആനയുടെ സ്മെല്ല് കേട്ടോ. നല്ല രീതിയിൽ ആനയുടെ ആ ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട്. പണ്ട് പാപ്പാനായിരുന്നു ഞാൻ. അപ്പോൾ കണ്ടോ ഇവിടെ എന്തോ സാധനം വന്ന് അടിച്ചത്, ചെറിയ പ്രാണികളാണെന്ന് തോന്നുന്നു. അത് വന്ന് അടിച്ചിട്ട് ആ ശബ്ദം കേൾക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫെൻസൊക്കെ ഓണാക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ ആന ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നല്ല ഉഗ്രൻ വ്യൂ, കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ നോക്ക്. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പല പല ലെയേഴ്സ് ഓഫ് മലകൾ. ഇതൊരു കാറ് ഇറങ്ങിയൊക്കെ അടിപൊളിയല്ലേ, ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു പൊട്ടനാന എന്ന് പറയുന്ന ഒരു ആന ഉണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ആ ആന ചുമ്മാ ആൾക്കാരെ ചാർജ് ചെയ്യും, അതുകൊണ്ടാണ് അതിനെ പൊട്ടനാന എന്ന് പറയണത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നില്ലേ എന്തുകൊണ്ട് മാമ്പഴത്തറ എന്ന് പേര് വന്നു. അപ്പോൾ അവിടെ കുറേ മാങ്ങ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണലിൽ ഈ ട്രേഡേഴ്സ് വന്നിരിക്കും, മനസ്സിലായോ? വൈൽഡ് മാങ്ങയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തണൽ പറ്റിയ ആൾക്കാരിക്കും. അങ്ങനെ ആ സ്ഥലത്തിന് മാമ്പഴത്തറ എന്ന് പറഞ്ഞ് പേര് വന്നു. ഇത് കണ്ടുപിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം വിചാരിച്ച അവിടെ മാങ്ങ ഹോൾസെയിലിന് കിട്ടും, അല്ലെങ്കിൽ മാങ്ങ ഒരുപാടുള്ളത്. പിന്നെ നമ്മൾ പോയപ്പോഴത്തേക്ക് മനസ്സിലാക്കി അങ്ങനെ സംഭവമൊന്നുമില്ല, സാധാരണ ഒരു ഗ്രാമമാണ്. ആ ഭാഗത്താണ് ആനയുടെ പ്രസൻസ് എപ്പോഴും ഉള്ളതെന്നാണ് പറയുന്നത്. അടിപൊളി സ്ഥലം. വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ആരുമില്ല. അടിപൊളി. ഇവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു തൈക്കാവൊക്കെ പോലെ. നമ്മൾ ചായ കുടിക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലമൊക്കെ നമുക്ക് മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. മറ്റേ റബ്ബറൊക്കെ വെട്ടിയിട്ട് പൈനാപ്പിൾ നട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ മെയിൻ വ്യൂ പോയിന്റാണ് കണ്ടത്. ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയൊരു ആ ചായക്കട, അവിടുത്തെ ആ ഒരു വൈബും, പിന്നെ അതിനുശേഷം നമ്മൾ യഥാർത്ഥ കാട്ടിലോട്ട് കയറും. ഫുൾ കാട്ടിൻ്റെ അകത്തൂടെയുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ അടുത്ത ടൗണായ പുനലൂരിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടത്തെ കയറുമ്പോൾ തന്നെ നോക്കുമോ കൊടുങ്കാട് പോലെ ആയില്ലേ. ഈ റോഡ് കണ്ടാ? എനിക്കൊന്ന് ഈ രാത്രിയൊക്കെ ഇതുവഴി പോണ ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാടിന്റെ സൗണ്ടും പിന്നെ ഒരു വണ്ടിയില്ല, ആകപ്പാടെ ഒരു ഓൾട്ടോ എന്തോ പോയി അല്ലേ. അതിന് അവരുടെ ആനയുടെ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും നമ്മളൊക്കെ പേടിക്കും. പക്ഷെ അത്
ഈ ആന ദൂരെ നിന്ന് കാണാനൊക്കെ രസമാണല്ലേ, പക്ഷെ മുമ്പിലോട്ടൊക്കെ പെട്ടെന്ന് വന്ന് ചാടിക്കഴിഞ്ഞാലും ചേടിച്ചടിച്ച് മരിക്കും. ഓ ഇപ്പൊ രക്ഷപ്പെട്ട്. ഇത്ര നേരം നമ്മളാ കാട് പോലത്തെ സ്ഥലത്തായിരുന്നു കേട്ടാ, ഈ ക്ലിയറിംഗ് വന്നപ്പോ ഒരു സമാധാനം അല്ലേ. അടിപൊളി ഫുൾ പൈനാപ്പിൾ കൃഷി. അപ്പൊ അവിടെ കണ്ട ഇലക്ട്രിക് ഫെൻസിൽ റെഡ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് സ്ഥിരമായിട്ട് ഇവിടെ വന്യജീവി ശല്യം കാണും കേട്ടോ ഒരുപാട്. ഈ ഫെൻസിൽ കത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഫെൻസ് നല്ല ആക്റ്റീവ് ആയിരുന്നു. ചിലപ്പോ അത് എനിക്ക് തോന്നുന്നു ചെറിയ കൊതുക് പോലത്തെ എന്തെങ്കിലും സാധനമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഷോർട്ടായിട്ട് ടച്ച് ചെയ്യണതായിരിക്കും. പക്ഷെ എന്തായാലും ഈ സംഭവത്തിൽ കറണ്ട് ഉണ്ട് കേട്ടാ, നിങ്ങൾ ആരും പോയി പിടിക്കരുത്. ഞാനൊക്കെ വിചാരിച്ചിരുന്ന ചുമ്മാ ഒരു ഇതിലങ്ങ് എഴുതിയിട്ടിരിക്കുന്നു, രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്കും ചുമ്മാ ഇട്ടിരിക്കും. പിന്നെ രാത്രി ആവുമ്പോഴത്തേക്കും അവർ ഓണാക്കും ഈ വന്യജീവി ശല്യം. ഇതിപ്പം രാത്രി ഒന്നും അല്ല കേട്ടോ, 4:30 ആയപ്പോ തന്നെ ഇവിടെ എല്ലാം ഓണാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്താ മാമ്പഴത്തറ 3 കിലോമീറ്റർ ഒരു ചെറിയ ജംഗ്ഷനാണ് ഗൈസ്. എന്ത് രസമല്ലേ, അതാണ്. ഇവിടെ വല സൈഡിൽ ഒരു ചെറിയൊരു പൊതുവിതരണ കേന്ദ്രവും ഒരു ചായക്കടയും. അടിപൊളിയല്ലേ. കുറവൻ താവളം. ഇത് കുറവൻ താവളം ഒന്ന് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര്. കന്തിരിപ്പാറ നേർച്ചപ്പള്ളി. നമുക്ക് പള്ളിയിൽ പോയാലോ. ബസ് സ്റ്റാൻഡ് ഉണ്ട് അമ്മു, ഫുൾ ലോക്ക് ചെയ്ത് അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. അതാണ്. ഇപ്പൊ നമ്മൾ പള്ളിയിലോട്ടാണ് പോണത്. കുറവൻ താവളം പള്ളി. ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോകാനുണ്ട്. ഇത്രയും വൈബുള്ള സ്ഥലത്ത് വേറൊരു പള്ളി ഇരിക്കില്ല. അതാണ് ഈ വൈബുള്ള സ്ഥലത്ത് ഈ പള്ളി നമുക്ക് പോവാം. അടിപൊളി. ഇവിടുന്ന് ആ റോഡ് നേരെ പോകുന്നതാണ് നമുക്ക് പോവേണ്ട സ്ഥലം, അതായത് മാമ്പഴത്തറ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ തൈക്ക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പള്ളി. ചിലപ്പോ ഇതിന്റെ അകത്താണെങ്കിലും ആന താമസിക്കുന്നത്. ഈ വഴി കൊള്ളാം അല്ലേ, അധികം ആരും വരാത്തൊരു വഴി. ഇവിടുന്ന് വലത്തോട്ട് കന്തിരിപ്പാറ നേർച്ചപ്പള്ളി വലത്തോട്ട്. കുന്തിരിപ്പാറ അല്ലേ, കുന്തിരിപ്പാറ. കുന്തിരിപ്പാറയാണോ കന്തിരിപ്പാറയാണോ നമ്മൾ ക്ഷമിക്കണം. കുഴപ്പമില്ല, നമ്മൾ വണ്ടി പോവും. പ്രശ്നം എന്നറിയാമോ, ടയർ വല്ലതും ഇങ്ങനെ പൊതഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ നിന്നൊക്കെ ഇതാവാനേ ഇത്തിരി പാടാണ്. ഇതാണ് ആരും വരാത്ത വഴി, മനസ്സിലായ. വണ്ടി കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇത്തിരി പാടാണ്, പ്രത്യേകിച്ച് മഴ ടൈമിലാണെങ്കിലേ. നല്ല രീതിയിൽ വണ്ടി അടി ജസ്റ്റ് തട്ടാറായി. ഈ എക്കോ സ്പോട്ടിന്റെ അടി ജസ്റ്റ് തട്ടാറായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡും ടയർ ഇങ്ങനെ നല്ല കുഴിയല്ലേ, നല്ല കുഴിയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വരട്ടെ കേട്ടോ, അത് ഒരു ചെറിയൊരു പ്രശ്നമാണ്. നമ്മളിനി വഴി കാണിച്ചു കൊടുത്തിട്ട് അത് മാത്രമല്ല വേറെ ഹെൽപ്പ് ചെയ്യാൻ പെട്ടെന്ന് ഇവിടെ കിട്ടത്തില്ല, പെട്ടെന്ന് വരത്തില്ല. അതല്ല, അപ്പൊ പെട്ടു പോവുകയാണെങ്കിൽ പാടായിരിക്കും. റേഞ്ചും കുറവായിരിക്കും ഫോണിൽ. റേഞ്ചും കുറവാണ് കേട്ടാ. അങ്ങനെ നമ്മൾ പള്ളി എത്താറായി. വ്യത്യസ്തമായൊരു പള്ളി, കാട്ടിനുള്ളിൽ പാറയുടെ മണ്ടയിലൊരു പള്ളി. ഇതെന്ത് കേട്ടാ ലൈൻ കമ്പിയൊക്കെ വെച്ച് കെട്ടിയ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വിശേഷമുള്ള സമയത്ത് മാത്രം തുറക്കണതൊക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിഞ്ഞൂടാ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ സെർച്ച് ചെയ്തിട്ട് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. പക്ഷെ എന്തായിരുന്നാലും ഇവിടെ ഇപ്പൊ ഇല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ആ പാറയുടെ അവിടെ കൂട്ടത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയായിരിക്കും. ഞാൻ വേണേ ഒന്ന് എടുത്തതാണ് ചില തുറക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തുറക്കാം കേട്ടോ. ഈ ഒരു പോട്ടിൽ പിടിച്ച് പൊക്കി തുറക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പള്ളി തോ അവിടെ കാണാം. ആളുടെയോ കവറാണ് കേട്ടോ അവിടെ. അങ്ങനെ അപ്പം എന്തായാലും കൊള്ളാം. നമസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ടിട്ട് കാണുന്നില്ല. ഞാൻ വിചാരിച്ചു നിസ്കരിക്കാനുള്ള സ്ഥലം കാണുമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ അതും ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു കവറും വേറെ കുറച്ചൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കയറണ്ട. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്.
പള്ളിയായിട്ട് നിസ്കരിക്കാൻ നല്ല അടിപൊളി ചായയുടെ സൂപ്പർ ചായ. ഇവിടെ പിന്നെ ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടാ, നമ്മളാകപ്പാടെ പെട്ടുപോയി അല്ലേ. നമ്മളെ വണ്ടിക്കകത്ത് പിന്നെ കുറച്ച് ചില്ലറ കിടന്നു, ഒരു 10-25 രൂപ. അപ്പം അതിന് 10 രൂപ ഉള്ളിയുടെ 10 രൂപ ചായ. സത്യം പറഞ്ഞാൽ അതാണ് ഗൂഗിൾ പേ. നമ്മുടെ മൈൻഡ് അങ്ങനെയാണല്ലോ ഇപ്പം, മാറി. പിന്നെ നമ്മൾ പോയ പള്ളിയില്ലേ, ആ പള്ളി അവിടെ നമസ്കാരമില്ല. ഇവിടെ അപ്പുറത്ത് പള്ളിയുണ്ട്, നമസ്കാര പള്ളി, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ അവിടെ നമസ്കാര പള്ളിയുണ്ട്. പിന്നെ ആന ഉണ്ടോയെന്ന് ചോദിച്ച്. പിന്നെ ആന എന്നും വരും, വലിയ ശല്യമൊന്നുമില്ല, പക്ഷെ എന്നും വരും. പക്ഷേ ഇലക്ട്രിക് ഫെൻസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബറും തൈകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പിഴുത് തിന്നും. മനസ്സിലായി? എന്നും വാച്ചർമാരൊക്കെ വരും. അപ്പോൾ 5 സൂപ്പർ ഉള്ളിയാണോ, സൂപ്പർ ഉള്ളിയാണ്. ഇപ്പം ഈ നാട്ടുകാർ ഇവിടുത്തെ നല്ല നാട്ടുകാരാണ് കേട്ടോ. ആന പറഞ്ഞുകൊണ്ടാണ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ആന വരികയാണെങ്കിൽ ഇതിനകത്ത് കയറി ഫുള്ള് അടച്ചിട്ടാൽ മതി. ഇന്ന് വന്നിട്ടില്ല. എന്നും വരും എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെയും ചായക്കട ഉണ്ട്. നമ്മളെ ഞാനിപ്പോൾ ഈ പൈസ കൊടുക്കണതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പൈസ കൊടുക്കണതിൻ്റെ കാര്യം പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ പുള്ളിയെ വരവായിരുന്നു ചായക്കട ചേട്ടനെ. അതായത് നിങ്ങളൊന്ന് ഗൂഗിൾ പേ മേടിച്ച് വെക്കാത്തത്, ഇത്രയും ആൾക്കാർ വരണല്ലേ, ഇപ്പം ആരും പൈസ കൊണ്ട് അടങ്ങുന്നില്ലല്ലോ അങ്ങനെ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, റേഞ്ച് വേണം. രക്ഷയില്ല, അടിപൊളിയാണ്. ഇത് ഫുള്ള് നമ്മുടെ പൈനാപ്പിൾ ആണ്. എന്ത് രസമല്ലേ. എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്, കാരണം അത് വിളവെടുക്കുന്ന സമയത്തല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പള്ളിയുണ്ട് കേട്ടോ, ആ പള്ളിയാണ് നമസ്കാര പള്ളി എന്ന് പറഞ്ഞത്. 2 മൈൽ ആണും പെണ്ണും. അടിപൊളിയല്ലേ, ആണും പെണ്ണും. കളർഫുൾ ആയിട്ടുള്ളതാണ്, കളർഫുൾ അല്ലാത്ത പെണ്ണ്. ഇതിൻ്റെ അകത്തൊരു പള്ളിയുണ്ട് കേട്ടോ, പക്ഷെ അടച്ചിട്ടിരിക്കുകയാണ്. ലൈൻ കമ്പിയൊക്കെ ഓണായി കിടക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഡെയിലി ആന വരും. നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ 2-3 പ്രാവശ്യം ഇതുവഴി വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇത് തൈയൊക്കെ പറിച്ച് തിന്നണം എന്നാണ് പറയുന്നത്. ഇത് റബ്ബറും തൈയൊക്കെ ആണെങ്കിലേ ചുമ്മാ പറിച്ചങ്ങ് തിന്നിട്ട് പോകും. നമ്മൾ സ്ഥിരം ഇറങ്ങുന്ന ഒരു അരുവിയാണ് ഇത്. നമ്മൾ മാമ്പഴത്തറയിലോട്ട് പോകുന്ന വഴിക്കാണ്. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വരുമ്പോഴത്തേക്കാണ് ഇതുള്ളത് കേട്ടോ. കണ്ടുവിടല്ലേ, പക്ഷെ വെള്ളമില്ല കേട്ടോ ഇത്തവണ. വെള്ളം നല്ല കുറഞ്ഞിരിക്കുകയാണ്. നല്ല രസമാണല്ലേ അവിടെ, നല്ല രസമാണ് അവിടെ. കാലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം, പീസ്ഫുൾ. നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അധികം ആഴമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇറങ്ങാം. നോക്കാം. നമ്മളാ അരുവിയിൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇറങ്ങിയില്ല, അല്ലെങ്കിൽ നമ്മളൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. എന്തായാലും വലിയ വെള്ളമില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ, അതിൽ ഇറങ്ങി നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സമയം 5 മണിയായി, ആനയെ കാണാൻ പറ്റിയ സമയമാണ്. അപ്പോൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മാമ്പഴത്തറ കഴിഞ്ഞിട്ടുള്ള ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ അകത്ത് ആനയെ കാണാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആനയ്ക്ക് ഇതിപ്പോൾ കുഴിമന്തി പോലെയൊക്കെ ആയിരിക്കും, മനസ്സിലായോ? ഈ റബ്ബറിന്താ ഇങ്ങനെ നിൽക്കണ കാണുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കുഴിമന്തി കട കാണുമ്പോൾ വണ്ടി ഇരിക്കും പോലെ ആനയ്ക്ക് കുഴിമന്തി, നിറയെ കുഴിമന്തി. ആന രാത്രിയൊക്കെ ആകുമ്പോൾ വന്ന് എല്ലാ കുഴിമന്തിയും ഫ്രീ ആയിട്ട് കിട്ടില്ലേ, കഴിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ നമ്മൾ മാമ്പഴത്തറ എത്തി. വേറൊരു ബസ് സ്റ്റോപ്പ് അല്ല ഗൈസ്, ഇതാണ് മാമ്പഴത്തറ. അങ്ങനെ നമ്മൾ മാമ്പഴത്തറ. പിന്നെ ഇവിടെ ബസ് റൂട്ടാണ്, പുനലൂരിലോട്ട് എപ്പോഴും ബസ്സുള്ള ഒരു റൂട്ടാണ് കേട്ടോ. ഇവിടെ നൽകിയ മാമ്പഴം, കാട്ടു മാമ്പഴം, ആ ട്രീസ് ഒന്നും ഇപ്പൊ ഇല്ല, എല്ലായിടത്തും കളഞ്ഞു. മാമ്പഴം ആകപ്പാടത്താണ്ട് ഈ ഒരു സ്കൂളിൽ ഒരു മാമ്പഴം നിപ്പുണ്ട് കേട്ടോ. മാമ്പഴത്തറ LPS ലോവർ പ്രൈമറി സ്കൂൾ. ഇത് സെറ്റ് പ്രവേശനോത്സവം അതാണ്. നമുക്ക് ഇവിടെ ചെറിയ ചെറിയ വീടുകള്, അതുപോലെ തന്നെ വലിയ വീടും ഉണ്ട് കേട്ടോ. നമുക്ക് വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. പഞ്ചായത്ത് ഓഫീസുണ്ട്, തെന്മല ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ
കൊല്ലം ജില്ലയിൽ അണ്ടറിലാണ് ഇത് വരുന്നത്. ഈ റോഡൊക്കെ വരുന്നത്. മാമ്പഴത്തറ ശ്രീ ഭഗവതി ക്ഷേത്രം വലത്തോട്ട്. ബസ് ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ബസ് അത് പുനലൂർ തെന്മല. ഓ അപ്പൊ ഇതിവിടെ നിന്ന് നിർത്താതെ തെന്മലയിലോട്ട് പോകും കേട്ടാ. ഇവിടെ നിർത്തിയ ആളെ കയറ്റിയിട്ട് ഇങ്ങ് തെന്മല പോകും. അങ്ങനെ നമ്മൾ മാമ്പഴത്തറ എന്ന് പറയുന്ന ആ ചെറിയ സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാട്ടിലോട്ട് കയറുകയാണ്. മുന്നറിയിപ്പ്. കാട്ടാനയുടെ സാന്നിധ്യം പ്രദേശ വഴിയാത്രക്കാർ ജാഗ്രത പാലിക്കുക. ഇതുണ്ട്, ഇതൊരു ഫോറസ്റ്റിന്റെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ആണ്. ഇതുപോലെ 2 എൻഡിലും ഉണ്ട്. ഈ എൻഡിലും ഉണ്ട്, നമ്മൾ ഇറങ്ങുന്ന എൻഡിലും ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പം കൃത്യം 5 മണിയായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്ത അതേ സമയത്ത് നമ്മളിവിടെ എത്തി. ഇപ്പോഴാണ് നമുക്ക് ആനയെ കാണാൻ പറ്റിയ നല്ലൊരു ടൈം അല്ലേ. ഈ ഇരുട്ടുമില്ല, എന്നാൽ കാണുകയും ചെയ്യാം. ഈ ഒരു സമയത്താണ് ആന ഈ റോഡിലോട്ടും അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആന കിലോമീറ്റർ, അതായത് ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിനെ എവിടെ വേണം കാണാം. നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലേ. ആനയാണ് എന്തൊന്നും അപ്പോൾ ആനന്ന് പറയുമ്പോൾ ചെറിയൊരു കുഞ്ഞു കടച്ചൊക്കെ ഇവിടെ ഉണ്ട്. അവർ ത്രില്ല് അടിപ്പിച്ചേട്ടാ നമ്മളോ. ഇത് വെള്ളമില്ല കേട്ടോ. ഇത് മറ്റേ വെള്ളം പോകാൻ വേണ്ടിട്ടുള്ള വിഷയം. നോക്ക് അങ്ങ് അറ്റം വരെ ജീവിക്ക് നടന്നു വരാൻ പറ്റിയോ കാട്ടിന്റെ അകത്തോട്ട്. ഓ ഇത് ഒരൊറ്റ മഴ പെയ്ത് കഴിഞ്ഞാ ഈ വൈബേ മാറും. അത് നിറഞ്ഞു വരും വെള്ളം. കാരണം ഇതിന്റെ ഇവിടെ വന്നാമോ ഇവിടെ വന്ന് നിന്നാലും അറിയാൻ പോണില്ല. കാരണം അപ്പൊ കൈ അകത്തിടണം അല്ലേ. കൈ അകത്ത് അത്രയ്ക്ക് അടുത്താണ് കാട് നിക്കുന്നത് കേട്ടോ. അതാണ്. പക്ഷെ ഈ സൈഡൊക്കെ ഒന്ന് വെട്ടിത്തളിച്ചിട്ട് തന്നിരുന്നെങ്കിലേ പെട്ടെന്ന് ആനയും വേറെ മൃഗങ്ങളെയൊക്കെ കാണായിരുന്നു. ഇവിടുത്തെ റോഡൊക്കെ ഇപ്പൊ ശരിയാക്കി കേട്ടോ. ഒരുപാട് കട്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ റോഡൊക്കെ നല്ല രീതിയിൽ ശരിയാക്കി. പക്ഷെ കാട് നമ്മുടെ തൊട്ടടുത്താണ്. ഒരു കൈ അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് അടുത്താണ്. തേക്ക് മരങ്ങളാണ് കേട്ടോ ഇതിൽ കൂടുതലും. തേക്കാണ് കൂടുതൽ ഇങ്ങനെ വഴിയിലിരിക്കുന്നത്. നല്ല റോഡെന്ന് പറഞ്ഞു തീരുന്നില്ല. നല്ല റോഡ്. എനിക്കൊന്ന് ഈ ചെറിയൊരു ഭാഗം മാത്രം ടാറിട്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇപ്പോഴും ഇത് തന്നെ. അവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ കൂടെ വലിയൊരു പാറ. നമ്മളിത് അവിടെ എത്തുമ്പോഴത്തേക്ക് ആ പാറ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതാ പാറ കണ്ട ഇവിടെ കാണാൻ പറ്റും. ഇത് ഇവിടെ മാത്രമല്ല, ഈ പാറ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഫുൾ പാറയാണ്. എനിക്കിങ്ങനെ ഗ്യാപ്പിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ പാറ വലിപ്പമുള്ള പാറ. മോശം റോഡ് കേട്ടോ. ഇപ്പൊ ആന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം. നോക്ക് ആ റോഡ് നോക്ക്, അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് അങ്ങ് വരെ കാണാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിന്റെ അകത്ത് കയറി ഇരുന്ന് വണ്ടി ഓടിക്കും പോലെ തോന്നുന്നു. കാരണം അത്രയ്ക്ക് അടുത്താണ് ഇതായിരിക്കണേ. അതുകൊണ്ട് ഗ്ലാസ് കയറ്റിയിട്ട് സത്യം പറഞ്ഞ. ഓ മുള എന്ത് സാധനമല്ലേ. അമ്പോ ഇത്രയും വലിയ മുള ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആനയ്ക്ക് മുളയൊക്കെ ഇഷ്ടമാണ്. ആനയ്ക്ക് ഇത് ഫുള്ളൊരു ഇതാണ് തോന്നുന്നത്, സ്വർഗമാണ്. എന്തൊക്കെ സാധനം തിന്നെ. മനുഷ്യന്മാര് റബ്ബർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ. ഇവിടെ കൂടെ എന്തൊക്കെയോ നടന്നു വന്നതിന്റെ ഒരു ഇത്. നമുക്ക് കുറച്ച് സമയം കാടിന്റെ ശബ്ദം കേൾക്കാം. നല്ല ഹൈറ്റിലാണ് കേട്ടോ. നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു പാറയാണേ. അവിടെ നിന്നൊരു പുലി നമ്മളെ നോക്കണായിരിക്കും. അടിപൊളി, നല്ല രസം. കട്ടക്കാടിന്റെ നടുക്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം കേട്ടോ. ഫുൾ കാടാണ്. ഇപ്പൊ ഇതിടുമ്പോഴേ ഈ വണ്ടി ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കാണ് ആ ഒരു കാടിന്റെ സൗണ്ട് എല്ലാം. അത് എക്സോസ്റ്റ് വാർണിംഗ് ആണ്, അതല്ല കാടിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ക്രിക്കറ്റിന്റെ സൗണ്ട്. അതാണ് അടിപൊളി. കൊടും കാടിന്റെ നടുക്കാണ്.
ഒന്നുമില്ലല്ലേ, ഫുൾ കാട്. പക്ഷെ ഈ ആനയെ സമ്മതിക്കും കേട്ടോ, ഇതുവരെയൊക്കെ ഈ മലയും കുന്നും അല്ലേ, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം പോലും അല്ല, ഇങ്ങനെ കയറി ഇറങ്ങി. അതെന്തോ സംഭവം, തടിയാണ് തോന്നുന്നു. ഓ തടി ഒരു വലിയ ആ തടി ഇങ്ങനെ വലുതായിട്ട് ഇടുന്നപ്പോഴേ ഞാനേ ഈ മലയും കുന്നൊക്കെ കയറി ഇറങ്ങി കഷ്ടപ്പാടായിരിക്കും ഇവിടുത്തെ ആനയ്ക്ക്. എന്ന് മണ്ണം കുറയില്ല. വണ്ണം കുറയില്ല. എന്താ തൈറോയിഡ് ആയിരിക്കും. കട്ടച്ചാളോ അടിച്ചടിച്ചടിച്ചു പോകും. നമ്മള് നേരത്തെ കണ്ടതിനേക്കാളും വലിയ റോഡ്, ഒറ്റ റോഡ്. അടിപൊളിയല്ലേ? അതിന് ഒമ്പോ ആന കാട്ടുപോത്ത്. രണ്ടാണെങ്കിലും പേടിയുണ്ട്. അടിപൊളിയില്ലേ? ജീപ്പ് പറഞ്ഞു കൈകത്ത് രണ്ടെണ്ണം ഉണ്ട്. എന്തായാലും വർത്തിട്ടല്ലേ പോ. എന്തൊരു സൈസറാ ആനയുടെ എത്ര. നമ്മൾ ചുമ്മാ കളിക്ക് പറയാനല്ല, നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി ബൈസനെ കാണിച്ചിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസിൽ. പക്ഷെ ഇത് ഒരു മാരക സൈസ്, ഭയങ്കര സൈസ്. ഞാനും ലിറ്ററലി ആനെന്നാണ് വിചാരിച്ചത്. ആന നിൽക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ അടുത്ത് പതിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഒരു ഗ്രാസ് ഏരിയ ആണ്, പുല്ല് ഏരിയ. അപ്പൊ അവിടെ ഓബിയസ്ലി ആനയൊക്കെ വരുമല്ലോ ഇങ്ങനെ പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ഷോക്കിങ് ആയി കേട്ടാ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും സത്യം പറഞ്ഞ. ആനയായിട്ട് തോന്നും. പക്ഷെ അതുപോലെ ഇത് ആനയെ പോലെ തന്നെ എഴുതിയിരിക്കുന്നത്. നമുക്ക് പോയല്ല, തിരിച്ചു പോവാം. ഒന്നുകൂടെ പോയിട്ടില്ല ഗൈസ്. അവിടെ ചെന്ന് വളയ്ക്കാൻ പറ്റൂ? അവിടെ ചെന്ന് വളയ്ക്കാൻ പറ്റില്ലെങ്കിൽ മാമ്പഴത്തറ പോയി വളയ്ക്കാം. നമ്മൾ കഴിഞ്ഞ തവണ അമ്പനാട് ഹിൽസ് പോയതുപോലെ അല്ല ഗൈസ്, നമ്മളിന്ന് ആവശ്യത്തിൽ കൂടുതൽ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് വന്നത്. നമുക്കറിയായിരുന്നു. ഒരു തവണ വി ആർ പ്രിപ്പയർഡ്. ഇതൊരു ആന ക്രോസിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ തിരിച്ചെത്തി. ഈ പാലത്തി വെച്ചിട്ടാണ് നമ്മള് കാട്ടുപോത്തിനെ കണ്ടത്. എവിടെ രണ്ടുപേരും കൂടെ നിൽക്കുക, രണ്ട് കാട്ടുപോത്ത് നിൽക്കാൻ കേട്ടോ. ഓ അടിപൊളി സൈസ് കേട്ടോ. ഇത്ര ദൂരത്ത് നിന്നാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. സർവീസ് നമ്മളെ സിറ്റിയിൽ പോലും ഇല്ലാത്ത തിരക്കാണ് ഇവിടെ. ഒരു അങ്ങോട്ട് പോണ് പറഞ്ഞ ഇങ്ങോട്ട് പോണ്. നമ്മൾ ബാക്കിൽ കൂടെ ഇങ്ങനെ പോന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. നമ്മൾ വീണ്ടും വളഞ്ഞു വരും. അമ്മ അതൊക്കെ ഏറ് മാടം നോക്ക് മേളില്. അമ്പതൊക്കെ ആന വണ്ടി. കാട്ടുപോത്ത് ഒമ്പോ അടിപൊളി ഏറുമാടം. അടിപൊളിയല്ലേ? കിട്ടില്ല. ഇതിൽ കയറാനുള്ള ഒരു വഴിയില്ല. അത് ഏണി അവിടെയാണ് ഉള്ളത്, ഇത്രയും മുകളിൽ. ഒമ്പോ നമ്മളെ ഇത്ര സൂക്ഷിച്ച് വീഡിയോ എടുക്കണോണ്ട് പല സാധനങ്ങളും കണ്ട് നമ്മൾ നിർത്തുന്നു. പക്ഷേ സാധാരണ നമ്മൾ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് പോകും. അപ്പോൾ ഇതുപോലെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണും. ഈ കാട് തന്നെയാണല്ലോ, ഈ കാടിൽ കൂടെ ആണല്ലോ നമ്മൾ വരണത്. നമ്മൾ സാധാരണ കാട്ടിൽ അങ്ങനെ നിർത്താറില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, KSRTCക്ക് നിർത്താതെ അങ്ങ് നമ്മളെ പുറകെ പറഞ്ഞു കൊണ്ട് ഇടിച്ച് കൊല്ലണം. കാരണം നമ്മൾ സാധാരണ ഒരു കാട്ടിലും വണ്ടി നിർത്താറില്ല, നിർത്തിക്കൂടാ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പബ്ലിക് സൈസ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് നിർത്തിക്കൂടാ എന്നുള്ള ബോർഡോ നമ്മൾ നിർത്താതെ പാലിക്കുക, അതാണ് സംഭവം. പക്ഷെ എന്തായാലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ചവിട്ടി ഇതിന്റെ പുറത്തിറങ്ങാതെ വീഡിയോ എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷെ ഈ KSRTC എന്താണ് ഇയാൾക്ക് നമ്മളെ ഈ തേരിന്ന് ഇറങ്ങി വന്നതാണ്. അത് ഇറക്കണം. അപ്പൊ രണ്ട് കാട്ടുപോത്തിരിക്കുന്നത്, അത് ശരിയാണ്.
പ്രശ്നം. അപ്പൊ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ആ സൺലൈറ്റ് അടിക്കുമ്പോ ആ മരം തിളങ്ങണല്ലേ, അത് തന്നെ അടിപൊളി. സൂപ്പർ. അങ്ങനെ ആന കാട്ടുപോത്തായി മാറി. പക്ഷേ ഞാൻ പറയാലോ, വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ് ഗൈസ്. കാരണം അതിന് മാത്രം ഒരു ആനയുടെ സൈസ് ഉണ്ട് ഈ കാട്ടുപോത്തിന്. നമ്മൾ മൂന്നാറിലൊക്കെ സ്ഥിരം കാണുന്നതാണ് ഈ സംഭവം. പക്ഷേ ഈ ഒരു സൈസ്, അതുപോലെ ഈ കാട്ടിൽ ഇതെങ്ങനെയാണ് ഇതിവിടെ വന്നത് ഞാൻ ആലോചിക്കണുണ്ട്. അടിപൊളിയല്ലേ. അതിന്റെ കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ അതിവിടെ. വീഡിയോ കണ്ടിട്ടുണ്ടോ നീ? ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കാട്ടുപോത്തന്നിട്ട് ഒരു ഓട്ടോ ഇങ്ങനെ കിടന്ന് ഹോൺ അടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഇതായിട്ട് ആ ഓട്ടനെ കുത്തി ഒറ്റ മറിച്ചെടുത്ത് ഈ കാട്ടുപോത്ത്. അങ്ങനെ നമ്മളെ കേരളത്തിൽ തന്നെ അങ്ങനെ സംഭവം ഉണ്ട്. ആഹാ, നല്ല ഉഗ്രൻ സൺസെറ്റ്. ഇതൊരു എലിഫന്റ് ക്രോസിംഗ് ഏരിയ ആണ്. പക്ഷെ അത് അപ്പുറത്ത് പറഞ്ഞവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായ? ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കും കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റും കവറും പാക്കറ്റൊക്കെ. ഇത് അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു സൈഡിൽ മാത്രമേ ബോർഡ് വെച്ചിട്ടുള്ളൂ. അപ്പുറത്ത് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ക്രോസിംഗ് ഏരിയ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ നിർത്തി ഭക്ഷണം കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കവറൊക്കെ അവിടെ കിടപ്പുണ്ട്, വേസ്റ്റ് ഒക്കെ. നിർത്താൻ പാടില്ല. അതിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് അധികം അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു റൂൾസ് ഒന്നും എൻഫോഴ്സ് ചെയ്യാത്തത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇവിടെ റൂൾസ് എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ ബന്ദിപ്പൂർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകുമ്പോഴത്തേക്കും എല്ലാ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ കൂടുമ്പോഴും ബോർഡ് കാണും, നിങ്ങൾ വണ്ടി ഇറങ്ങാൻ പാടില്ല, ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല, അനിമൽസിന്റെ ശല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നല്ല അനിമൽസിന് ശല്യമുള്ള ഏരിയ. ഒരുപാട് നമുക്ക് റോഡിൽ പോകുമ്പോ തന്നെ കാണാൻ പറ്റും. അതെ. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഇല്ല. നമ്മൾ ഈ സമയത്ത് വന്നതാണ് ആ കാട്ടുപോത്തൊക്കെ അങ്ങ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കാട് പ്രദേശം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് നമ്മൾ അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പട്രോളിംഗ് ആൻഡ് ക്യാമ്പിംഗ് സ്റ്റേഷൻ. കൊള്ളാം. ഇനി നമ്മൾ വീണ്ടും ചെല്ലുന്നത് കുറച്ച് പ്ലാന്റേഷനും അതുപോലെ തന്നെ മറ്റേ ഇതൊക്കെ ഉള്ളതാണ്. അതായത് പ്ലാന്റേഷൻ, ലയങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇനിയുണ്ട് കേട്ടോ. ഇനി ഒരുപാടുണ്ട്. ഈ വീട്ടിൽ നിന്നല്ലേ ഈ പട്ടി അപ്പൊ എന്തൊക്കെ കണ്ട് വളരണല്ലേ, എന്തൊക്കെ കണ്ട് ആന, കാട്ടുപോത്ത്, ഇതൊക്കെ എന്താ. സത്യത്തില് റബ്ബർ കൃഷി സത്യം മനസ്സ് കറഞ്ഞ്. അതാണ് സന്തോഷമായി ഇന്നത്തെ യാത്ര കാണാൻ കിട്ടിയല്ലോ. അതെ, കാരണം നമ്മള് മാമ്പഴത്തറ വരുമ്പോഴൊക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് മാമ്പഴത്തറ. അപ്പൊ ഈ വന്ന ടൈമിലൊക്കെ നമ്മൾ മയിലിനെ അല്ലാതെ, ഏറ്റവും ടോപ്പ് അനിമൽ മയിലാണ്, മയിലല്ലാതെ വേറെ ഒരു കാട്ടിലുള്ള അനിമൽസിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ കാട്ടുപോത്തിനെ കണ്ടപ്പോഴത്തേക്കും മനസ്സ് നിറഞ്ഞു. ഈ പാലം ഇറങ്ങി റൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുനലൂര് ചെല്ലാം. നേരെ പുനലൂരാണ്. കനാലാണ്. നമ്മളിത് മാമ്പഴത്തറ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിത് താഴെ ഇറങ്ങി നമ്മളിനി പുനലൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സൈറ്റിങ് അടിപൊളിയായിരുന്നു. നമ്മൾ മാമ്പഴത്തറ കാടിറങ്ങി കഴിഞ്ഞാലും നമുക്ക് അതിനുശേഷം ഒരുപാട് ഗ്രാമങ്ങളുടെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുവഴി നമ്മൾ അടുത്ത ടൗണായിട്ടുള്ള പുനലൂർ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. അപ്പോൾ കാട്ടുപോത്തിനെ കാണാൻ പറ്റിയത് ഈ ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ. അതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ നിങ്ങൾ നോക്കി നോക്കുക, അടിപൊളിയല്ലേ. ഒരു ചെറിയ അമ്പലം, ഒരു ആൽമരം, കൈതച്ചക്ക കൃഷി, ഇവിടെ ഒരു പഴയ വീട് ഉണ്ടോ, അതാണ് ഒരു പഴയ വീട്. ഇനി ഇവിടുന്ന് ലയങ്ങളൊക്കെ ഉണ്ട്. ഇനി എസ്റ്റേറ്റും ലയങ്ങളൊക്കെ ഇനി ഒരുപാട് ഇനി പോകുന്ന വഴിക്കും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാമ്പഴത്തറ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു വെർത്താണ്. നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ കൊണ്ടൊന്ന് പേടിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ഇവിടുത്തെ രാത്രി വിടത്ത് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. അപ്പോൾ കൃത്യം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എത്തി
നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല അടിപൊളി സൂപ്പർ യാത്രകൾ ഇനിയും വരുന്നുണ്ട്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരായിരിക്കും. ബൈ.